രാജാക്കാട് ടൗണിൽ ജൂൺ മാസം 1-ാം തീയതി മുതൽ നടപ്പിലാക്കുന്ന പുതിയ ട്രാഫിക് പരിഷ്കരണത്തിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ടൗണിലെ ബസ് സ്റ്റോപ്പുകൾ അടയാളപ്പെടുത്തിയാണ് ആദ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഇടുക്കി ജില്ലയിലെ പ്രമുഖ മലയോര വ്യാപാര കേന്ദ്രമായ രാജാക്കാട് ടൗണിൽ ജൂൺ മാസം 1-ാം തീയതി മുതൽ നടപ്പിലാക്കുന്ന പുതിയ ട്രാഫിക് പരിഷ്കരണത്തിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ടൗണിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം കാണുന്നതിനായി പഞ്ചായത്ത്, പോലീസ് ഡിപ്പാർട്ട്മെന്റ്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്, പൊതുമരാമത്ത് വകുപ്പ്, വ്യാപാരി സംഘടനകൾ, പൊതുപ്രവർത്തകർ, വിവിധ ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ, സ്കൂൾ അധികൃതർ, ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, സമുദായ സംഘടന ഭാരവാഹികൾ, മാധ്യമപ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പുതിയ ക്രമീകരണങ്ങൾ ഒരുക്കുന്നത്. അതിന്റെ ഭാഗമായി ടൗണിലെ ബസ് സ്റ്റോപ്പുകൾ അടയാളപ്പെടുത്തി. 1-ാം തീയതി മുതൽ നമ്മുടെ രാജാക്കാട് ടൗണിന്റെ ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. ബസ് സ്റ്റോപ്പ് പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇന്ന് അതിന്റെ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു. വരയ്ക്കാനുള്ള പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ്. എല്ലാവരും ആ നിയമം പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെന്നാണ് അറിയിക്കാനുള്ളത്. എല്ലാ ബസ് ഉടമകളും അതുപോലെ തന്നെ യാത്രക്കാരും നിർദ്ദേശിച്ചിരിക്കുന്ന ബസ് സ്റ്റോപ്പിൽ എത്തിച്ചേരുകയും അതേപോലെ തന്നെ യാത്ര സുഗമമാക്കി മാറ്റുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ, രാജാക്കാട് പോലീസ് സബ് ഇൻസ്പെക്ടർ അഭിജിത്ത് എം.എസ്., ടൗൺ വാർഡ് മെമ്പർ ജോഷി കന്യാകുഴിയിൽ, മിനി ബേബി, സന്ധ്യ ബൈജു, അസിസ്റ്റന്റ് സെക്രട്ടറി ജോൺസൺ, അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രീതു പുഷ്പൻ, ക്ലർക്ക് ബിജുമോൻ എന്നിവർ നേതൃത്വം നൽകി. 1-ാം തീയതി മുതൽ ടൗണിൽ ഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കാനാണ് പോലീസിന്റെ തീരുമാനം. പുതിയ ക്രമീകരണം വരുന്നതോടെ രാജാക്കാട് ടൗണിലെ ഗതാഗതക്കുരുക്കിന് വലിയൊരു പരിധിവരെ ആശ്വാസമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സിറ്റി വിഷൻ, രാജാക്കാട്.